നല്ല എനർജിയോടെ ഇരുന്നു കഴിഞ്ഞാലേ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ. കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ ജീവിതത്തിൽ പുരോഗതി നമുക്ക് ലഭിക്കുകയുള്ളൂ. ജീവിതത്തിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് അനുകൂലമായിട്ടുള്ള എനർജിയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തേക്കൊണ്ടേ മതിയാവും. എനർജി ഇല്ലാതെ ക്ഷീണിച്ച് തളർന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വപ്നവും നടക്കാൻ പോകുന്നില്ല. അതിനർത്ഥം എനർജി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫോഴ്സ് ഉപയോഗിച്ച് ശക്തി മുഴുവൻ ഉപയോഗിച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ സ്വപ്നം സൃഷ്ടിച്ചെടുക്കണം എന്നുള്ളതല്ല. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു ഫ്രീക്വൻസിയാണ്. അങ്ങനെ ആ ഫ്രീക്വൻസി കറക്റ്റായി അലൈൻഡ് ആവുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നുകൊണ്ടിരിക്കും. ഇനി അഥവാ വല്ല പ്രതിബന്ധങ്ങളോ പ്രതിസന്ധിയോ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അത് വളരെ ലളിതമായിട്ട് തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. എനർജി ഇല്ലെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും എത്ര സ്വപ്നം കണ്ടിട്ടും കാര്യങ്ങൾ ഒരിക്കലും നടപ്പിലാകാൻ പോകുന്നതല്ല. ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സ്വപ്ന ജീവിതം സാക്ഷാത്കരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആദ്യമായി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജി ലെവലിലാണ്. മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എനർജി വർദ്ധിപ്പിക്കുന്നതിനാണ് നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത്. ഇതിനർത്ഥം ഇന്ന് തന്നെ പോയി ഒരുപാട് എക്സസൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഓടാനൊക്കെ പോയി ക്ഷീണിച്ച് തളർന്ന് വരണം എന്നല്ല. എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെ. എന്നാൽ അതിനേക്കാളും ഉപരി നമുക്ക് എനർജി ലഭിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. നിങ്ങൾ എത്രമാത്രം ആരോഗ്യവാനാണ്, പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥ സങ്കടത്തിലും നിരാശയിലും ദുഃഖത്തിലും ഒക്കെ കിടന്ന് കറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എപ്പോഴും വളരെ ലോ ആയിരിക്കും. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, പ്രതിസന്ധികളെ കുറിച്ചുള്ള ചിന്തകൾ, ഓവർ തിങ്കിങ്, കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്ന ചിന്തകൾ, ഇങ്ങനെ നൂറായിരം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടാണ് മനസ്സ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ എനർജിയും അത്രമാത്രം ലോ ആയിരിക്കും. അപ്പോൾ മനസ്സിനെ ഈ നെഗറ്റിവിറ്റിയിൽ നിന്നും പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് മാറുക. എന്തൊക്കെ സാഹചര്യങ്ങളായാലും പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കുവാനുള്ള ആ ഒരു ശ്രമം നടത്തുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി വർദ്ധിക്കുകയും ചെയ്യും. സാഹചര്യങ്ങളല്ല പലപ്പോഴും നമ്മളെ ക്ഷീണിതനാക്കുന്നത്, നമ്മുടെ ചിന്തകൾ മാത്രമാണ്. നിങ്ങൾ ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞു വന്ന് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് മൊബൈൽ ഫോണിൽ പലതരത്തിലുള്ള റീലുകൾ കാണുക, ന്യൂസുകൾ കേൾക്കുക, അങ്ങനെ പല കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ ഉദ്ദേശം അല്പം ക്ഷീണം മാറ്റുക എന്നതാണ്. എന്നാൽ ഇങ്ങനെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ കട്ടിൽ കിടന്ന് മൊബൈൽ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് ഇരുന്ന് അലസമായിട്ട് കിടക്കുകയോ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ക്ഷീണം മാറുകയില്ല എന്ന് മാത്രമല്ല, ഉള്ള ക്ഷീണം ഇരട്ടിയായി മാറുകയും ചെയ്യും. എന്നാൽ അതിന് പകരം നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്ത് വന്ന് പറയുന്നു, ഒന്ന് പുറത്തു പോകാം, ഒന്ന് കറങ്ങാൻ പോയാലോ, അല്ലെങ്കിൽ അല്പം സംസാരിച്ചിരിക്കാം വരൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി പതിന്മടങ്ങായിട്ട് വർദ്ധിക്കുകയും ക്ഷീണം നിമിഷ നേരം കൊണ്ട് പമ്പ കടക്കുകയും ചെയ്യും. ഇതിനർത്ഥം മനസ്സുകൊണ്ട് നമുക്ക് നമ്മുടെ എനർജി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. നമ്മുടെ എനർജി ഡബിളാക്കി മാറ്റുവാൻ സാധിക്കും. വീട്ടിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ഫോണിൽ സമയം ചിലവഴിക്കുന്നതിന് പകരം ഒരല്പസമയം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായി സ്പെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങി നോക്കൂ, എനർജി വർദ്ധിക്കും. ഒരല്പസമയം നിങ്ങളുടെ ഗാർഡനിൽ അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഉണ്ടാക്കുന്നതിൽ, ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ, എനർജി വർദ്ധിക്കുന്നത് കാണാം. അതുപോലെ നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, ഒന്ന് നടക്കാൻ പോവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എനർജി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ എനർജി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അതിനെക്കുറിച്ച് എഴുതി വെച്ച് നോക്കും. അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ എനർജി വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടും. ഒരു തണുത്ത വെള്ളത്തിലൊന്ന് ഫ്രഷായിട്ട് കുളിക്കുക, എനർജി അനുഭവപ്പെടും. വായിക്കാനിരിക്കുക. അതുപോലെ നിങ്ങൾ ജോലി കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ അവിടെ നിങ്ങളുടെ എനർജി വർദ്ധിക്കും. ഇങ്ങനെ നൂറായിരം കാര്യങ്ങളിലൂടെ നമ്മുടെ എനർജി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതിന് പകരം ഞാനിന്ന് കിടക്കട്ടെ, എന്നിട്ട് അല്പം മൊബൈൽ നോക്കിയിരിക്കട്ടെ, അങ്ങനെ എൻ്റെ ക്ഷീണം മാറും എന്ന തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ എനർജിയിലേക്കല്ല ക്ഷീണത്തിലേക്കാണ് നയിക്കുക.
അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. മൊബൈൽ ഫോൺ ഒരല്പസമയമൊക്കെ നോക്കാം. ഒരു ടൈം ലിമിറ്റ് വെച്ച് 10-15 മിനിറ്റ്. അതിലപ്പുറം പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ക്ഷീണത്തിലേക്കാണ് നയിക്കുക. അതിന് പകരം എനർജി ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളുടെ കൂടെ സമയം ചിലവഴിക്കുന്നത്. സുഹൃത്തിൻ്റെ കൂടെ നടക്കാൻ പോവുക, അല്പസമയം അവരുമായി നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക. ഇത് നമ്മുടെ എനർജി വർദ്ധിപ്പിക്കും. കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ എനർജി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് നമ്മുടെ ശരിയായിട്ടുള്ള എനർജിയെ അതിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ശരീരത്തിനും മനസ്സിനും എനർജി വർദ്ധിക്കും. ഇത് നിങ്ങൾ പല ദിവസങ്ങൾ, ആഴ്ചകളൊക്കെ തുടർന്ന് നോക്കൂ. നിങ്ങളുടെ എനർജി ലെവൽ എപ്പോഴും വളരെ ഹൈ ആയിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുക, ടയേർഡാണ്, എനിക്കൊന്നും വയ്യ, ജോലി കഴിഞ്ഞാൽ ഒന്നിനും വയ്യ എന്ന ചിന്തയ്ക്ക് പകരം, എന്ന ഒരു ഹാബിറ്റിന് പകരം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ചെയ്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി നോക്കുക. അങ്ങനെ അത് നിങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എനർജി വർദ്ധിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് വേണ്ടിയിട്ട് അത് അനായാസമായി നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. എനർജി ഇല്ലാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. എനർജി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലൂടെ. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എനർജിയെ ഡെവലപ്പ് ചെയ്യുക, വർദ്ധിപ്പിച്ചെടുക്കുക എന്നത് തന്നെ. അങ്ങനെ എനർജിയെ വർദ്ധിപ്പിച്ചെടുക്കുമ്പോൾ പല കാര്യങ്ങൾ പല കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ നമുക്ക് സാധിക്കും. മടി, അലസത, പ്രൊക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കൽ ഇതൊന്നും നമ്മളെ പിടികൂടില്ല. നല്ല ചിന്തകളായിരിക്കും കൂടുതലും നമ്മൾ ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് പ്രാധാന്യം കുറയുകയും അവയുടെ സ്വാധീനം നമ്മുടെ മനസ്സിൻ്റെ മേൽ കുറയുകയും ചെയ്യും. ഇത് നമ്മുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് അനായാസേന സാധിക്കും. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുക, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് ചിന്തിക്കാതെ എനർജി ഡെവലപ്പ് ചെയ്യുക. എൻ്റെ എനർജി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട നല്ല കാര്യങ്ങൾ എന്തൊക്കെ, അതിൽ ഇൻവോൾവ് ആവുക. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അതാണ്. രണ്ടാമതായിട്ടാണ് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ ഓരോ ദിവസം ചെയ്യുക എന്ന കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനർജി വർദ്ധിപ്പിക്കുക, ലക്ഷ്യങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ പ്ലാനുകൾ തയ്യാറാക്കുക, അതിനുവേണ്ട ചെറിയ ചെറിയ ആക്ഷനുകൾ എടുക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്ഭുതകരമായി പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ഇത് നിങ്ങളെ ജീവിതത്തിൽ വളരെ മാജിക്കലായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വെറുതെ സ്വപ്നം കാണുക, വെറുതെ ലക്ഷ്യം വയ്ക്കുക എന്നതിന് പകരം എനർജി ബിൽഡ് ചെയ്യുക, ഗോളുകൾ സെറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ആക്ഷൻ എടുക്കുക എന്നതാവട്ടെ നമ്മുടെ പ്ലാനിങ്, നമ്മുടെ ലക്ഷ്യം. അത് നിങ്ങളുടെ സ്വപ്നം നേടുന്നതിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കുന്നതിന് അനായാസന നിങ്ങളെ സഹായിക്കും.